2006 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് ഫിലിമാണ് കാഴ്സ്. ഇതിന്റെ പോസ്റ്ററുകളും വാൾപേപ്പറും കളിപ്പാട്ടവും ഒന്നും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നാൽ ഈ സിനിമ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. ഈ സീരീസിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായ കാർസ് എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റേസിംഗ് സ്റ്റേഡിയമാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട പിസ്റ്റൺ കപ്പിന് വേണ്ടിയുള്ള റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റേസ് കാണാനായി ധാരാളം ആളുകൾ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ് ഇരിപ്പുണ്ട്. അതിൽ പ്രധാനമായും 3 കാറുകളാണ് മുന്നിലുള്ളത്. ഒന്ന് സിനിമയിലെ നായകനായ ലൈറ്റ്നിങ് മെക്വീൻ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ വലിയ ഒരു സെലിബ്രിറ്റിയാണ് നായകനായ ലൈറ്റ്നിങ് മെക്വീൻ. അവൻ തന്നെ ഈ റേസിൽ ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറച്ചു വിശ്വാസമുണ്ട്. അവൻ എല്ലാവരെയും നിസ്സാരമായി പൊട്ടിച്ച് പുട്ടുപോലെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് സ്ട്രിപ്പ് വെതേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റേസിംഗ് ആണിത്. ഇതോടുകൂടി അദ്ദേഹം റിട്ടയർ ആവുകയാണ്. ഡൈനക്കോ എന്ന വലിയൊരു സ്പോൺസർഷിപ്പിന്റെ കീഴിലാണ് അദ്ദേഹം വർഷങ്ങളായിട്ടുള്ളത്. പിന്നെയുള്ളത് ചിക്കിക്സ് ആണ്. അവൻ കുറെ നാളായി റേസിംഗിൽ മുന്നിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് പതിവ്. കുറച്ച് ഉടായിപ്പും തരികിടയും റേസിൽ ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കാൻ മടിയില്ലാത്തവനുമാണ് ഇവൻ. റേസിനെ പറ്റി സ്റ്റേഡിയത്തിൽ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 പ്രധാന സെലിബ്രിറ്റികൾ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വളരെ ത്രില്ലിംഗ് ആയ ഒരു റേസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവർ പറയുന്നു. ഈ റേസിൽ ജയിക്കുന്നവർക്ക് പിസ്റ്റൺ കപ്പും ലഭിക്കും. അതുപോലെ തന്നെ ഡിങ്കോയുടെ സ്പോൺസർഷിപ്പും ലഭിക്കുന്നതാണ്. ഇത്തവണ ആ സ്പോൺസർഷിപ്പ് ലൈറ്റ്നിങ് മെക്വീൻ സ്വന്തമാക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റേസിംഗ് വളരെ ആവേശത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റേസിനിടയിൽ മെക്വീൻ തന്റെ മുന്നിൽ കയറി പോകുന്നത് കണ്ട ചിക്ക് അവനെ തട്ടുകയും മെക്വീന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ മെക്വീന്റെ ഫാൻസ് എല്ലാം വളരെയേറെ നിരാശരാകുന്നു. ഈ പിസ്റ്റൺ കപ്പ് എനിക്ക് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിക്ക് കൂടെ വരുന്ന കാറുകളെ തട്ടുന്നു. ഇതോടെ അവയുടെ നിയന്ത്രണം നഷ്ടമാവുകയും കാറുകളെല്ലാം തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ കാറുകളും ഇടിച്ച് തകർന്ന് ആകെ പ്രശ്നമുണ്ടാവുകയും റോഡിൽ മുഴുവൻ കാറുകൾ തകർന്നു കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ മെക്വീൻ അതിന്റെ ഇടയിലൂടെ എല്ലാം വളരെ കൂളായി തന്നെ കയറി വരികയും അതിന്റെ ഇടയിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഫാൻസിനെല്ലാം വളരെയേറെ സന്തോഷമാവുകയും എല്ലാവരും മെക്വീനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ എല്ലാവരും ടയർ മാറാൻ നിൽക്കുമ്പോഴും മെക്വീൻ അതിന് നിൽക്കാതെ മുന്നിലെത്തുന്നു. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത ലാപ്പ് തുടങ്ങുകയും മെക്വീൻ മുന്നിലാവുകയും ചെയ്യുന്നു. ഫൈനൽ ലാപ്പിൽ തന്റെ ടീം ടയർ മാറ്റാൻ നോക്കുമ്പോൾ ടയർ മാറ്റേണ്ട, പെട്രോൾ മാത്രം ഫില്ല് ചെയ്താൽ മതിയെന്ന് മെക്വീൻ പറയുകയും ഓടിയ ടയറുമായി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ മെക്വീൻ മറ്റുള്ളവരെല്ലാം പൊട്ടിച്ച് ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെയാണ് ചാമ്പ്യൻ എന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഫൈനൽ ലാപ്പിൽ മെക്വീന്റെ ടയർ പൊട്ടുന്നു. ഇതോടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. മെക്വീന്റെ ടയർ പൊട്ടിയത് കാണുന്ന മുന്നിലുള്ളവർ എത്രയും പെട്ടെന്ന് കയറി പോകാൻ നോക്കുന്നു. മെക്വീൻ എങ്ങനെയെങ്കിലും ഫിനിഷിംഗ് പോയിന്റിൽ കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്റെ അടുത്ത ടയറും പൊട്ടുന്നു. ഇതോടെ മറ്റുള്ളവർ പെട്ടെന്ന് കയറി വരാൻ നോക്കുന്നു. എങ്ങനെയെങ്കിലും മെക്വീൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായി ചാടി പോവുകയും അങ്ങനെ അവർ ഫിനിഷിംഗ് പോയിന്റ് കടക്കുകയും ചെയ്യുന്നു. ഇതോടെ ഫാൻസ് എല്ലാം വളരെയേറെ നിരാശരാകുന്നു. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു റേസ് ആയിരുന്നു ഇപ്പോൾ നടന്നതെന്നും ആരാണ് ജയിച്ചതെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നും കമന്ററിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.